പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗം ഷഷ്ഠസ്കന്ധത്തിൽ പുരന്ദരാനുഗ്രഹം. ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണായ ദേവകീ നന്ദനായ ജം നന്ദഗോപകുമാരായും ഗോവിന്ദായും നമോ നമഃ. ചൊന്നേൻ പുരന്തരാനുഗ്രഹം ചൊല്ലുവാൻ ഇന്ന് തുടങ്ങുന്നത്. എന്നാൽ അതിന് മുമ്പേ സിട്ടി ചൊല്ലിയിടുന്ന ഇഷ്ടവരങ്ങളും കിട്ടിയും സമുദ്രത്തിൽ നിന്നു കരയേറിയ ഭക്തപ്രവരായ്മേവും പ്രചേതാക്കൾ 10 പേരാലുമൊക്കെ ദഹിപ്പിക്കുന്ന വൃക്ഷാണ്ഡങ്ങളെ കണ്ടുടൻ അപ്പോഴത് ദക്ഷപ്രവരൻ അനുനയിച്ചാതരാൽ വൃക്ഷങ്ങൾ തൻ അർത്ഥങ്ങളും തീർത്തുകൊണ്ട് അക്ഷണമങ്ങു വർഷാക്കയാൻ കന്യ സത്വരമൻപോട് നൽകിനാൻ അങ്ങവൻ. 10 പേരും കൂടെ വെട്ടാരവളയും ദക്ഷൻ അവളിൽ നിന്നുത്ഭവിച്ചിടിനാൻ. ദക്ഷൻ മനസ്സാപ്യനേകം പ്രജകളെ സൃഷ്ടി ചെയ്താനതുപോരാഞ്ഞു പിന്നെയും ദുഷ്ടികരന്നു വിദ്യാദ്രിസാനുസ്ഥലം ഗത്വാ തപസ്സു ചെയ്ത് അന്ന് അവൻ കംസഗുഹ്യത്താൽ അഖിലതികൽപ്പതിമാതവൻ തലസ്തുതി ചെയ്തു നന്നായി പ്രസാദിപ്പിച്ചു നിൽപ്പവൻ. മുമ്പിൽ പ്രകാശിച്ചു നാഥനെ കണ്ടതൊഴുതു വന്ദിച്ചു വിനീതനായിണ്ടലൊഴിഞ്ഞ് അവനായിക്കൊണ്ട് അതോട്ടജൻ കുണ്ഠത തീർത്തു കൊടുത്താൻ അസഗ്നിയാം വണ്ടാർ കുഴലിയെയും കൊണ്ടുപോന്നവൻ. തണ്ടാർശരക്രിയ രമിക്കുന്ന ആളുണ്ടായുധങ്ങൾ പറ്റു നിരന്തരം ഹരീശ്വന്മാരെന്നു പേരായ പുരുഷവര്യന്മാർ നന്ദനന്മാർ 10,000 സർവജ്ഞന്മാരവർ ആത്മയോഗത്തെയും നിർവഹിച്ച് ആനന്ദതൽപരനായുടൻ നാരദശാസനയാൽ അഭീഷ്ടപ്രദന്മാരവർ സന്യസിച്ചിടിനാരവരേവരും. അന്ന് അതു കണ്ടു പരിതാപയുക്തനായി പിന്നെ ദക്ഷപ്രജാപതി കേവലം ബ്രഹ്മനിയോഗാൽ സബലാശ്വന്മാരെന്ന് നിർമ്മലന്മാരായ നന്ദനന്മാരെയും ചെമ്മേ ജനിപ്പിച്ചുകൊണ്ട് അസഗ്നിയാം ധർമ്മധാരങ്ങളിൽ നിന്നതിവിദ്രുതം കൽമഷം തീർന്നവരും നാരദാജ്ഞാൽ ഉന്മേഷം ഉൾക്കൊണ്ട് സന്യസിച്ചിടിനാൻ. നന്ദനന്മാരവരായിരവും ബദാം സന്യസിച്ചാരെന്നറിഞ്ഞതാ ദക്ഷനും ഗോപേനെ നാരദൻ തന്നെ ശപിച്ചു സന്താപ സംയുക്തനായാന വിളംബിതം. പിന്നെയും ബ്രഹ്മാനു നീതാൻ അസഗ്നിയിൽ നിന്നങ്ങ് 60 കന്യകമാരെയും ചെമ്മേ ജനിപ്പിച്ചവர்கள் 10 ധർമ്മരാജന് കൊടുത്തു. അനന്തരം മാരീജനായി 13 27 പേരെ മുതിർന്നു ജൈവാകൃതനും ദദാം. ഭൂതനും അങ്കിരാവിനും കൃതാശനും പ്രീതനായങ്ങ് 20 ദദാ. ദാക്ഷന്നു 4 കൊടുത്താൻ. അതിൽ സാധ്യരും ആശു വിശ്വദേവതകളും വിശ്വകർമാവും വസുക്കളും രുദ്രനും അശ്വിനി ദേവകളും ധർമ്മപുത്രമാ മറ്റും പലരുണ്ട്. പിന്നെയും 10 പേർ പെറ്റുള്ള താനയന്മാരാ ധർമ്മതനയന്മാരവർ. അങ്കിരാവിന് പിതൃക്കൾ അരുണനു അങ്ങു ഗരുഡൻ അനവധി നാഗങ്ങൾ തങ്ങളും ദാക്ഷജന്മാർ പോലവരെല്ലാം ഇങ്ങനെയുള്ളവരെന്ന് അറിഞ്ഞീടു നീ നിൽക്ക. അതെല്ലാം അതിഥി ദിതിയും തനു മൈക്കണ്ണി കാഷ്ട അരിഷ്ട സുരസയും ചൊൽക്കൊണ്ടഴും ഇളയും മുനിയും ക്രോധവ മുഖ്യവശയും അത്താമ്രസുരഭിയും പിന്നെ സരമാധിമീവർ കശ്യപൻ തന്നുടെ ഭക്തിമാരല്ല 13 എന്നവർ തമ്മുടെ സന്തതിയാലുലകം നിറഞ്ഞ സർവജന്തുവിരങ്ങുമേ മന്നവാക്കേൽ. തിമി സന്തതിയായത് അന്വകം അർണസത്വങ്ങൾ അറിക നീ. സാരമേയന്മാർ നിരന്തരം സ്വാപതന്മാരിക നിത്യം. സ്വരഭിജാതികൾ ഗോകുലം താമ്രസുതന്മാർഗാദികളെ കഥാക്കേൽ. മുനിക്ക് അപ്സര സങ്കടം ക്രോധവശിക്കുളവായുള്ള സന്തതിജാതികൾ പോൽ സർപ്പജാതികളാദികൾ കേവലമെങ്കിലാ സന്തതിജാതം
ഇസ്ഥാവരജാതിക സർവലോകങ്ങളിൽ കേൾക്കാം സ്വരസവറ്റുണ്ടായതുടിയ സർവ രാക്ഷസ വംശപരിവക ഭൂപതിയും ഗന്ധർവ സംഘം അരിഷ്ടതം സന്തതി കാഴ്ചയ്ക്കുളയായത് അശ്വാദികൾ ദാനവന്മാർ ധനുസൂനുക്കളുണ്ടനേകനാം ദിതിസുതന്മാർ ദൈത്യ സംഘവും പൂർവജയാകും അതിഥിക്കു സൂനുക്കളാം അവർ വന്ധ്യരണ്ട് ആദിത്യന്മാരല്ലോ. പേരവർകൾക്കു വിവസ്വാനു ആര്യാമ ഉഷാവധാഭിജ ദുഷ്ട്വാ സവിതാവും നീതിമാനാം ഭഗൻ വിധാതാവും പ്രീതൻ വരുണനും മിത്രനും ഇന്ദ്രനും വിഷ്ണുവും എന്നിവർ പന്തിരണ്ടിങ്ങനെ വിഷ്ണുരാധപ്രഭോ കേട്ടുകൊള്ളുക എന്നതിൽ ശ്രാദ്ധദേവന്മനവും ധർമ്മരാജനും ദീർത്തഭൂതാഢ്യയായുള്ള യമുനയും അശ്വിനിയന്മാരും ആഗന്ത മന്ദനും ആശ്ചര്യരൂപനായുള്ള സാവർണിയും സാത്വിതപതിയും എന്നിവർ കേവലം മൂത്തവനായ വിവസ്വാനപത്യങ്ങൾ ആര്യമാവിന്നു ചരണികളെന്നു തൽപര്യായ നാമങ്ങൾ തന്നെ അപത്യങ്ങൾ പോൽ പുഷ്യവ്യനില്ലപത്യം ദിതി വംശികഭൂഷണയായ രചനയാ ഭാര്യയിൽ ദുഷ്ട്വാഭിന്നു സന്നിവേശനും കേവലം ഇട്ടനാം വിശ്വരൂപം താനും ഇങ്ങനെ രണ്ടപത്യങ്ങൾ അതിൽ വിശ്വരൂപേനെ കണ്ട് ബൃഹസ്പതിയെ കളഞ്ഞങ്ങതാ കൊണ്ടാൻ പുരോഹിതനായ അമരേന്ദ്രനെ അക്കണ്ടക ദൗഹിത്രനാകുന്നതെന്നാകിലും എന്നത് കേട്ട അഭിമന്യുജൻ ശ്രീസുഖൻ തന്നെ തൊഴുത് ചോദ്യം ചെയ്ത് തഞ്ഞസ എന്തിനോ ദേവകൾ ഗേട്പതിയെ കളഞ്ഞന്തരാ വിശ്വരൂപം ഗുരുവായിക്കൊണ്ട് ചൊല്ലിത്തരേണമെന്ന് അതു കേട്ടുടൻ ഉള്ളം തെളിഞ്ഞാരുൾ ചെയ്തിതു ശ്രീസുഖൻ സർവൈശ്വര്യ സമൃദ്ധനായ മേമിന് ദേവേന്ദ്രനെ കാൺമതിന് ബൃഹസ്പതിയും ഹരേ താനേ കഥാ ചെന്ന നേരത്രഭൂഷണം മാനമതങ്കലന്നാതിരിയാകിയാൽ കോപം കലർന്നു താപേന സുരഗുരുവേവിതനായി ഗൃഹത്തിനെഴുന്നള്ളിനാൻ പിന്നെ പരമാർത്ഥമുള്ളിലുണ്ടായളവിന്ദ്രൻ വിവേക വൈരാഗ്യ സംയുക്തനായി ചെന്നാൻ ബൃഹസ്പതിയെ പ്രസാദിപ്പിപ്പാൻ എന്ന അളവെങ്ങുമേ കണ്ടില്ല ജീവനെ തമ്പോക്കലുള്ള അപരാധ നിമിത്തമായി ഉംബർഗോനേറ്റം പ്രയത്നേന പിന്നെയും ജീവനെ തേടി നടന്നു കാണാകിയാൽ അവരാനന്ദം കുറഞ്ഞു വാണിയിടിനാൻ. അങ്ങനെയുള്ള ഒരവസരം കേൾക്കിയാൽ ഇങ്ങര സുരേന്ദ്രൻ പടയോടുകൂടവേ വന്ന അമരാപുരി ചുറ്റും വളഞ്ഞളവ് ഉന്നതി കെട്ടു തോറ്റിയിടിനാ ദേവകൾ ചെന്ന് വിരഞ്ജനോട് അന്ന് അതെല്ലാം പുരൻ ഇന്ദ്രൻ തൊഴുതുണർത്തിച്ചു നിന്നിടിനാൻ. മന്ദേതരമത് കെട്ടിയ ത്രിമുഖൻ തന്നുള്ളിൽ അൻപോട് ചിന്തിച്ച സാദരം ഖിന്നത തീർത്തു രക്ഷിപ്പാൻ പുരോഹിതൻ പിന്നെയും തന്നെ പിരിയാതെ വേണം നിരന്തരം സന്ദേഹമില്ലാതില്ല ഞാൻ ഇതുവരും. എന്നാൽ അതിനി ഒന്നു വേണം ഭവാൻ ദേവകുലാചാര്യനായ ബൃഹസ്പതി ജീവപ്രസാദമുണ്ടാവോളം മുമ്മുത വിശ്വരൂപം ഗുരുവായി ഭരിച്ചാലും അങ്ങിച്ചകളെല്ലാം വരുത്തും അവനോടോ നിശ്ചയം നന്നായി വരുമെന്നരുൾ ചെയ്താൽ നിശേഷ താപങ്ങൾ തീരുമാറങ്ങനെ വിശ്വസിക്കുമ്പോടരുൾ ചെയ്ത് കേട്ടുടൻ ദുച്ഛപനൻ ചെന്ന് വിശ്വരൂപം തഥാ നിസംശയം ഗുരുവായി ഭരിച്ചിടിനാൻ. ഉൾച്ചേർന്നൊരു വിഭക്ത്യാഭിസാദനം പശ്ചാദഭയതമായി പാപനാശനവശ്യമായി മേവം പുരുഷാർത്ഥ സിദ്ധ്യ സാധ്യമായി സത്യമായുള്ള ഒരു നാരായണ കവചത്തെ ഉപദേശിച്ചിടിനാൻ ബുദ്ധിമാൻ നിത്യം. അതുകൊണ്ടും അങ്ങ് അവൻ തൻ അനുവൃത്തനായി ആശ്രയം കൊണ്ടും ഹരേ വിശ്വസൃക്കമ്പോടരുൾ ചെയ്ത് കേട്ടുടൻ ദുച്ഛേവനം ചെന്ന് വിശ്വരൂപം തഥാ നിസംശയം ഗുരുവായി വരിച്ചിടിനാൻ. ഉൾച്ചേർന്ന ബഹുഭക്ത്യാഭിസാദരം പശ്ചാദഭേദമായി പാപനാശനവശ്യമായി വേവും പുരുഷാർത്ഥ സാധ്യമായി സത്യമായുള്ളൂര് നാരായണ കവചത്തെ ഉപദേശിച്ചിടിനാൻ ബുദ്ധിമാൻ നിത്യമതുകൊണ്ടും അങ്ങവൻ തൻ അനുവൃത്തനായി ആശ്രയം കൊണ്ടും നിരന്തരം ശക്രൻ അശേഷദിതി സുതന്മാരെയും ഒക്കെ ജയിച്ചു ലോകത്രൈകേന്ദ്രനായി സദ്യോ വിളങ്ങിനാൻ മുന്നേ അതിലറ്റം അദ്വൈവ വിശ്വരൂപ പ്രഭാവങ്ങളാൽ തൽപ്രഭാവ പ്രഭുവിന് ശിരസ് 3 എപ്പോഴും എന്നതിൽ 1 ഓദനത്തിനും സോമപാനത്തിനും മദ്യപാനത്തിനും അവ 3 അവനു സുരഗണം മോദേന നൽകും അവർഭാഗമേ വരും സാദരം കാൺക വെളിച്ചമേ കേവലം ദാനവന്മാരൊളിച്ചും കൊടുപ്പോരതു ദാനവ 2 ഭുജിക്കുമാറാകുന്നു. അങ്ങനെ വാഴുന്ന കാലം അസുരകൾ അങ്ങു നൽകും അവർ ഭാഗമേ കഥാ തിങ്ങും കുതൂഹലത്തോടെ ഭുജിച്ചവ എങ്ങു നിന്നറിഞ്ഞീല മഹേന്ദ്രനും ചെന്നു കണ്ടാശു കോവിച്ചു
വജ്രേണത്താനവൻ തൻ തല 3 മനുക്ഷണം വെട്ടിക്കളഞ്ഞവ പക്ഷികളായുടൻ പെട്ടെന്നുയർന്നത് ആകാശദേശാന്തരേ വിശ്വരൂപ പ്രഹത്യാകൃതപാതകമച്യുതപൂർവജനോട് അടുത്തുത്തതാ സത്വരം അന്നത് കണ്ടു പുരന്തരൻ ചത്വാരി ഭാഗിച്ചുകൊണ്ട് വെച്ചുകൊണ്ടൊക്കെയും തുല്യമാക്കി ക്ഷമാപുരൂഹ ഭാരതിമല്ലാക്ഷികൾക്കു കൊടുത്ത് ഒഴിച്ചിടിനാൻ. അക്കാലം അമരേന്ദ്രൻ ജയിപ്പൂരം ഉത്കര ശത്രു വന്ന് ഉത്ഭവിച്ചിടുവാൻ ദുഷ്ട്വാ തുടങ്ങിന ഹോമകുണ്ടത്തിങ്ങൾ നിന്നിട്ടാശകൾ വെതാ പെട്ടുമാറൂറ്റമായി വെട്ടുമിടികളും ഞെട്ടുമാറാരികൾ വട്ടം തിരിഞ്ഞു കീഴ്മേൽ മറിയും വണ്ണം പൊട്ടിപ്പൊരിക്കനൽ തൂകും മിടികളോട് അട്ടഹാസങ്ങളും ചെയ്തുഴന്നീടിനാൻ. വൃത്രാസുരേന്ദ്രൻ അത്യുഗ്രപരാക്രമം ചക്രനഭ്രം തലതട്ടി നിൽക്കുന്നവൻ വക്രം പിളർന്നലറിക്കൊണ്ട് പാഞ്ഞു വന്നെത്തുന്നത് കണ്ട് സർവഭൂതങ്ങളും പേടിച്ചതിശയമോടിക്കഴിച്ച് ഇടരിടുന്നവർ ഒളിച്ചാർ വലതിക്കലും കൂടെ തുടർന്നടുക്കുന്നവരൊട്ടതിൽ ചാടിപ്പിടിച്ചുടൻ വാരി വിഴുങ്ങിയും ഘോരൻ വരുന്നത് കണ്ട് സുരാന്വയം നേരെ തുടർന്ന് അടുത്തായുധ പങ്ക്തിയെ തൂകിച്ചുഴന്നു. വട്ടം തിരഞ്ഞവനാകുലമിന്യെ താൻ മതിച്ചിടിനാൻ ധാരപരുഷങ്ങൾ ഓരോ വിധം മഹാവാരാക്കരം പോലെ താനടക്കിയിടിനാൻ. വായും പിളർന്നു താൻ അടുത്താനവൻ പിന്നെയും പേയാഴ്ച മുഞ്ഞുവാഞ്ഞാരമരൗഘവും ദേവേന്ദ്രനാദികൾ ഭാരം വിഷണ്ണരായി ആവതെന്ത് ഒന്നിനി എന്നുരന്നേവരും ബാലാരിമുക്കകലേശ്വരനീശ്വരൻ നാലായ വേദാന്ത സാരാർത്ഥൻ അവ്യയൻ കാലാരി സേവിത പാദാംബുജൻ വരൻ കാലസ്വരൂപൻ കമലാലയാവരൻ നീലാംബുധ അമലകോമളൻ സുന്ദരൻ നീലാരബിന്ദതലായതലോചനൻ ലോകൈക ദേശികൻ ആത്മാനിരഞ്ജനൻ ലോകാരവൃന്ദകൃതിഷ്ഠിതൻ തൻപദം തൊഴുതതി സംഭ്രമാൽ ത്രാണ നിപുണം ദയാലയമവ്യം കോപ്പി സ്തുതിച്ചു ചരിത്രനാമങ്ങളും വേപ്പട്ടു വന്ദിച്ചു നിൽക്കുന്നവർകളിൽ വിദ്യാമുകുന്ദൻ ജ്യോതി പ്രസാദിച്ചരുൾ ചെയ്ത് വാർത്തകൾ കേട്ടു തൊഴുതു. ഇങ്ങ് പോന്നവർ നിത്യം തപസ്സും ചെയ്തിടും ദീജിയെ പ്രാർത്ഥിച്ചു വാങ്ങിനോരസ്ഥികൾ കൊണ്ടുടൻ ചേർത്ത് ചമച്ചെടുത്തു ഒരു വജ്രത്തെയും ഗോത്രാരി കൈക്കൊണ്ട് അമരൊക്കെ സേനയാസാർത്ഥമൊരുമിച്ചു ചെന്ന് എതിർത്തിയടിനാൻ ചേർത്ത് മഹാഘോരനോട് സരഭസയുദ്ധം ഭയങ്കരമായി വന്നിതത്രയും ഉദ്ധൃതമായ സിംഹധ്വനി പൂരവം ദിക്കുക തുറന്നിറഞ്ഞു വരന്നുടൻ ഒക്കെ പ്രതിധ്വനി കണ്ടിളകി തുലോം ദേവാസുരിയോധന കീഴിലെ ആരുമങ്ങ് ഈ വണ്ണമാകന്ത കണ്ടിയിലൊരിക്കലും പോരിലിവിടെ വരുന്നതെന്തെന്നഹോ നാരദനാദികൾ സംശയിക്കും വിധൗ ദേവാരികൾ തോകും അസ്ത്രങ്ങളൊക്കെ ദേവകൾ കണ്ടിച്ചെടുക്കുമ്പോൾ കേവലം രക്തശൈലാദികൾ കൊണ്ടുടൻ ആവോളവം പ്രഹരിച്ചാരസുകൾ ദേവകളങ്ങവയുന്നുറുക്കിയ പ്രതിഭാവമോട് ആയുധ പങ്ക്തികൾ തൂകിനാൻ. കാൽക്കരം തോൾ തുടയറ്ററ്റു സംഭ്രമിച്ച് ആകുലപ്പെട്ടു ചുഴന്ന് അസുരൗഖവും പായുന്നളവുതടുത്തുത്രാസുരന്മായ മുഴഞ്ഞു ചൊല്ലിയിടിനാൾ നീതികൾ. ദാനവന്മാർ ഭയം പൂണ്ടതേതും ബഹുമാനിയാതെ വലതിക്കിന്നു ഓടിനാർ. താൻ അത് കണ്ടവർ നമ്മെ അയച്ചുടൻ വാനവരോട് വൃത്രാസുരൻ ചൊല്ലിനാൻ. ദേവകളെ നിങ്ങൾ പായുന്നരികളെ പോവാനായി പിൻമതിക്കരുതാരെയും പോരിന് ഭാരമുണ്ടാഗ്രഹമെങ്കിലോ നേരെ വരുവിൻ മതി നിങ്ങളോട് ഞാൻ ചാകിലും കൊൽകിലും നിന്നെ നിന്നെതിർത്തവൻ നാഗികളോടും പൊരുതാൻ ഒരു തരം. അപ്പോഴെന്തരൻ എന്നെടുത്തിയിട്ട് ഞാൻ അല്പേതരാഘവൻ ചെയ്താരിരുവരും മധ്യേ പലവിധം പാരുഷ്യവാക്യങ്ങൾ സദ്യാപൊടിച്ച് വരാക്രമിക്കും വിധവും ഭേദമൊന്നേതും ചെറുത് കാണാകിയാൽ ആതിഥേയാധിപനോട് തുടർന്നവൻ ശൂലമെടുത്ത് പിടിച്ചയച്ചാൻ. അതുകാലം അസുരകരവും ആ ശൂലവും കൂടെ ഉടൻ അരിഞ്ഞിട്ട് അവൻ അങ്ങതിൻ ആടൽ കൂടാതെ മറ്റേ കരത്താലവൻ കോപാലിരുമ്പെഴുക പ്രയോഗിച്ചതേറ്റാപൂർണ വേദനയാൽ അമരേന്ദ്രനും കയ്യിൽ നിന്നൂഴികൾ വീണത് വജ്രവും മയ്യൽ പൂണ്ടാശു മയങ്ങിനാൻ ഏറ്റവും. വൃത്രൻ അതുകൊണ്ട് പൊട്ടിച്ചിരിച്ചുടൻ ഭക്തി പ്രയുക്തമാം വാക്കുകൾ ചൊല്ലിനാൻ. തത്രൈവ ഭക്തി വളർന്ന ശതക്രതു സത്യാത്മകം പ്രയോഗിച്ച് രണ്ടാമതും വജ്രമെടുത്തുകൊണ്ട് ഐരാവതോപരി വിജ്വരച്ഛേദസ താനെടുത്തിടിനാൻ. വൃത്രൻ ഇരുമ്പെഴുക എടുത്ത ശ്രമം ചിത്തവേഗാൽ പ്രയോഗിച്ച് രണ്ടാമതും മുക്തമായുള്ളോർ ഇരുമ്പെഴുകപ്പോഴത്യത്തരം കണ്ടിച്ചയിച്ചു കരത്തെയും വജ്രമതിനാലരിഞ്ഞു വീഴ്ത്തിയിടിനാൻ. ഉജ്ജ്വലിതാമർഷമപ്യാസുരേന്ദ്രനും ഭക്തരേണ ചെന്നെടുത്ത് ഐരാവതത്തെയും ചക്രനെയും കൂടെ വിഴുങ്ങിയിടിനാൻ. നിർജ്ജരന്മാരും പരിഭ്രമിച്ചിടിനാൻ. വജ്രിയും നാരായണ കവചത്തിനാൽ
രക്ഷിതനായാൻ ഗജേന്ദ്രന് മേതുമേ വിഘ്നമുണ്ടായില്ല തൽപ്രഭാവത്തിനാൽ. പിന്നെ അങ്ങനെ നിന്നു പുരന്തരനുന്നതനാം കരിവേരനെ തന്നെയും ദിക്കാതെ നിന്നു. പുറപ്പെടും വണ്ണം പരിവൃത്ത വിസ്താരമന്തര വന്നുകൂടും പ്രകാരം ശതകോടിയാൽ അന്യോന്യവേഗേന തജ്ജട അന്തരം വെട്ടിക്കുറിച്ചീട് മുട്ടി നിൽക്കും പരിവട്ടഘട്ടത്തെയും തട്ടിക്കളഞ്ഞുരന്തുഷ്ട്യ. പുറപ്പെട്ട അളവേടരുറ്റവൻ തെട്ടികൾ മന്ദിച്ചത് കണ്ടളവ് തൽക്കണ്ഠവും വജ്രേണ കണ്ടിച്ചു വെത്തിനാൻ. ഉണ്ടായിതു സകലർക്കും ആനന്ദമവർത്താപദം ചെയ്യിൽ. ഉണ്ടായി വരും ബ്രഹ്മഹത്യ എന്നുള്ളിൽ അമരേന്ദ്രൻ നടയുത്തത്തിൽ ഉണ്ടായിരുന്നിതിൻ അശ്വമേധാലതിൻ പ്രായച്ചിത്തം എന്നുള്ളതും സത്തുക്കളെല്ലാം അരുൾ ചെയ്തതും പരിശ്രുത്വ വസിക്കുന്ന കാലം അവനെയും വിഗ്രഹത്തിങ്കൽ വധിച്ചളവ് ഏറ്റവും അത്യുഗ്രഹത്യ. മൂർത്തിമത്തായ അനുക്ഷണം ശക്രനെ നോക്കിയെടുത്തത് കണ്ട് തൻ ഉൾക്കാമ്പിലേറിന ഭീത്യാപുരന്തരം സത്വരമോടി ഞാൻ കൂടെ തുറന്നു. പാഞ്ഞെത്തി വിരവോട് തൽ ബ്രഹ്മഹത്യയും ഈ 7 ലോകങ്ങളും തുടർന്ന്. പാഞ്ഞാരു ശരണമില്ലാഞ്ഞുപരവശാൽ മാനസമായ സരസി മുഴുകിനാൻ. വാനവർ കൂനൊരു താമരപ്പൂവതിൽ കൂടനായ ആടലോടെ മരുവീടിനാൻ. പേടിയും പൂണ്ടു മൂടി ബ്രഹ്മഹത്യയും വേറെ മൃണാളങ്ങൾ തോറുമെല്ലാം പെരുമാറി നിന്നിടിനാൻ. 1000 മത്സരകാലം ഭഗവത് സ്മൃതിയോടുകൂടെ അക്കാലം നകുഷൻ ഐന്ദ്രപദം വാഴുവാൻ താനുടൻ ഐശ്വര്യമത്തനായി ഗന്ധരാമാനിനിയാം ശചിദേവിയെ പുൽകുവാൻ കാമിച്ചപേക്ഷിച്ചളവൾ ചൊല്ലിനാൽ മാമുനിമാരൽ വഹിച്ചു വന്നിടുവാൻ. അന്ന് അവരെ കൊണ്ട് തണ്ടെടുപ്പിച്ചുകൊണ്ട് അന്യോന്യമോദമാർന്നങ്ങ് പോകുന്നവൻ മന്ദം നടക്കുന്ന മൈത്രാവരുണിയെ ഒന്ന് ചവിട്ടി അന്നേരം മുനിവരൻ കോപേന നീ പെരുമ്പാമ്പാഴ്ച മകന്ന ശാപവും ചെയ്താൻ. അത് ഏറ്റു നരവരന്താനും അജകരമായി കിടന്നീടിനാൻ. മാനവേന്ദ്രൻ ധർമ്മപുത്രനെ കാണുമ്പോഴോ മാനസതാമരപ്പൂവിൽ വിളങ്ങിന വാനവർ കോനും ഭഗവത് ഉപാസന കാരണശുദ്ധനായപ്പോൾ മുനികജൻ ആരൂഢ മോദം ആഹൂതനായവൻ താപസന്മാരോടുകൂടവേ ചെന്ന് തൻ പാപവും വാജിമേധവും ചെയ്തു കേവലം ദൂരെ നീക്കിക്കളഞ്ഞാശുകൃതാർത്ഥനായ നാരായണാഗ്രജൻ വാണാൻ നിജപദം ഏവമാഗന്ധ കേൾക്കായ നേരം നരദേവനു ശ്രീശുകനോട് ചോദ്യം ചെയ്താൻ. മാഹാത്മ്യം ഈശ്വര ഭക്തർക്കൊഴിഞ്ഞോരു ദേവികൾക്കും ഭവിക്കുന്നതല്ലാകിയാൽ രാജസനാകിയ വൃത്രൻ എന്തത്രയും പൂജനീയം മഹത്വം വളർന്നിടുവാൻ കാരണം എന്തതിന്നുത്തരം ശ്രീശുകൻ പാരാത ചിത്രക്കേതുദന്ത സംഗ്രഹം നേരെ തിരിച്ചരുൾ ചെയ്തരുളിയിടിനാൻ. ശൂരസേനോത്തമ വിഷയപുര ചിത്രകേതുഖ്യ ചക്രവർത്തീന്ദ്രനായി എത്രയും ഉത്തമനാ നൃപസത്തമൻ സന്തതിയില്ലാഞ്ഞു ദുഃഖിച്ചു സന്തതം ചിന്തയും പൂണ്ടിരിക്കുന്ന നാളൊരു ദിനം മുമ്പിലങ്ങ് അംഗീരമാഗതനായ അളവൻപോട് പൂജിത്വ നൃപതീശ്വരം പ്രാർത്ഥിച്ചു സന്തതിക്ക് അബ്ജോത്ഭവാത്മജൻ പാർത്ഥിവനിൽ പ്രസാദിച്ചു അത്രാന്തികെ നിന്നു യജിച്ചിതു അതിട്ടു അനുഗ്രഹിച്ച് ചെന്ന്. അതിനാലും ഒരാത്മജ്ഞാനഞ്ജസ വന്നുളവായവനത്രയും തേജസ നന്നായി വളർന്നു തുടങ്ങിനാൻ. അന്വകം മന്നവനുണ്ടനേകായിരം ഭാര്യമാൻ എന്നതിലങ്ങൊരുത്തിക്ക് നന്ദനം ജാതനായി വന്നതുമൂലം പിതാവിനു മാതാവിൽ ഉൾപ്രീതിയേറുമെന്നോർക്കയാൽ ചേതോഹരികൾ മറ്റുള്ളവർക്കൊക്കെ പയ്യതശിമേന്മേ വളർന്നൊരസ്യാൽ ബാലനിരുന്നാൽ വിഷം കൊടുത്തിടിനാൻ. കാലവ സംഭവിച്ച നൃപപുത്രനും മാതാ കൃതദ്വിതിയും ചിത്രകേതുവും വാദമടങ്ങിയ പുത്രനെ കാണുകയാൽ പാരം ഒഴുത്തടലോട് തൊഴിച്ചലച്ചേറെ വിലപിച്ചു വീണ് കേടും വിധവും വീണാധരനുമായ അംഗീരസങ്ങര കാണീക്ഷണേന മുതിർന്നിരുന്നുള്ളിനാൻ. ഭൂപതി മോഹിച്ചു വീണമന്തൻ പരിതാപം കൊടുപ്പതിനായി അനേകം വിധം നീതികളോ നിൽക്കും വിധവും മോഹവൻ ചേതസി ചറ്റകെന്ന് ആസ്വദിച്ചാതരാൽ കണ്ണനീരം തുറച്ചുദ്ധാനവും ചെയ്തു. പുണ്ടരീകോത്ഭവനന്ദനന്മാരുടെ മുന്നിൽ അമ്മാറുപോയി ചെന്ന് വന്ദിച്ചു നിന്ന് അന്നേരം ഉള്ളുണർന്ന ആശു ചൊല്ലിടിനാൻ. നിങ്ങളിരുവരും ആരെന്നത് ഏതുമൊന്ന് അറിഞ്ഞീലതി മുടലാം ഭാവി ഞാൻ നിർമ്മല ആത്മാനന്ദധാരിക സർവം ബ്രഹ്മണീയത്ത് ലയിപ്പിച്ച ഗ്രമന്തന്മയമായി ഒരുമിച്ച് തെളിഞ്ഞു. സച്ചിന്മയരൂപികൾ ദിവ്യപുരുഷന്മാർ കൽമഷം നിർത്തിലോകാനുഗ്രഹത്തിനായി ചെമ്മേ സകല ലോകങ്ങളിലെങ്ങുമേ കാരുണ്യം ഉൾക്കൊണ്ട് അവധൂതപേക്ഷരായി ഓരോ വിധം പെരുമാറുന്നതുണ്ട് പോൽ പാരിതിൽ ഇങ്ങനെയുള്ളവർ ചില നേരെ ഭവാന്മാരെന്നുണ്ട് തോന്നിയിടുന്നു.
കാരുണ്യശാലികളായുള്ള നിങ്ങളിന്ന് ആരുടെ മോതാൽ അനുഗ്രഹിക്കണമേ. മാനമതങ്ങൾ അശേഷം ഒഴിച്ച് നിത്യാനന്ദാത്മനാം ഉപദേശിക്കണമേ. ഗേഹാർത്ഥപുത്രകളത്രാദികളുടെ സ്നേഹബന്ധങ്ങൾ ഒഴിച്ചരുളേണമേ. മായാമയ ബഹു സംസാര വിഭ്രമ ഓയാകാരത്തെ കടത്തുക വേണമേ. പാദപയോജയുഗളം ഒടിഞ്ഞു മറ്റാധാരമില്ലെന്നവൻ തൊഴുതിയിടിനാൻ. വീണ നമസ്കരിച്ചിട നൃപതിയെ വാണീകരെഴുന്നേൽപ്പിച്ചു സാദരം. ഭക്തി കൊണ്ടേറ്റം പ്രസാദിച്ചവർകളും ഉത്തമരോട് അംഗീരസ ദക്ഷണം ചിത്തം തെളിഞ്ഞ് അരുളിയിടിനാൻ. ഉത്തമന്മാരത്യുത്തമനാഭവാൻ കേട്ടുകൊള്ളുവെങ്കിലുണ്ടായ ദുഃഖങ്ങളെ നീക്കിക്കളഞ്ഞ് ഞാൻ ചൊല്ലുന്ന ചൊല്ലുകൾ പണ്ടു നിനക്ക് തനയനിവനെ ഉണ്ടാക്കിയത് അംഗീരസായ ഞാനടോ. കണ്ടാലും ഇങ്ങിക നിൽപ്പതു നാരദൻ. ഇണ്ടൽ നിനക്ക് അശേഷം കളഞ്ഞിടുവാൻ വന്നതിപ്പോൾ നിനക്ക് ആത്മജ്ഞാനം നടേ തന്നെ തരുവാൻ നിനച്ചു വന്നേനകം. അന്നു നിൻ ഭാവഗതി കണ്ട് നന്ദനം തന്നെ തരുവാൻ അവകാശമായതും ഇന്ന് അതുകൊണ്ട് തന്നെ ദുഃഖം ഇങ്ങനെ വന്നതിൻ കാരണമെന്നറിഞ്ഞിടു നീ. നിന്നാൽ അറിയരുതാത്തതല്ല ഒന്നുമേ നിന്നുള്ളിൽ നന്നായി വിചാരിച്ചു കാൺകെടോ. മായാമയം ഈ പ്രപഞ്ചകാര്യങ്ങളിൽ പേയായി വലഞ്ഞു പോകായിക വേണം ഭവാൻ. സുഖദുഃഖങ്ങൾ ഇടകലർന്നുള്ളതിലൊക്കെ സുഖങ്ങളെന്നത്ര തോന്നിയിടുന്നു. സ്വപ്നസമാനമായുള്ള വസ്തുക്കളിൽ നിത്യസുഖമെന്ന് തോന്നുന്നു. മായപുത്രകളത്ര മിത്രാർത്ഥ ഗൃഹാദികളത്ര ശരീര സംബന്ധികളായുള്ളതും തൃത്വാ സകല ലോകാശ്രയം അവ്യയ നിഷ്കളം നിത്യം നിരഞ്ജനം നിർമ്മലം സത്യസ്വരൂപ സനാതനം സന്മയം സത്യൽ സ്വരൂപമാനന്ദം അവ്യാകൃതം സർവജഗൽപരിപൂർണതേജോമയം സർവൈകകരണമാത്മാനം പരാപരം സർവലോകൈകമൂല സുധാകാരണം പർവചന്ദ്രായുധ മണ്ഡല സന്നിഭം ഗർഭവിഹീനാംനായ അന്തസംഗ്രഹം ദേവേശ വിഷ്ണുപദംബരം ജ്യോതിഷം ദിവ്യജനാത്മപ്രകാശസ്വരൂപണം നിർവ്യാജമമ്പോട് സേവിച്ചുകൊള്ളുക നീ. സർവ്വദുഃഖങ്ങൾ ഒടിഞ്ഞു പോന്നിർണേ സർവസംഹാവരാതീറു നിന്മാനസേ. ഏവം നരവരനോട് അരുൾ ചെയ്ത് അംഗീരാപമൃതനായ ബാലകന്ധനുടെ ജീവനെത്താൻ വിളിച്ചാൽ ജീവിപ്പിച്ചു. കേവലം സർവരും കേൾക്കവേ ചൊല്ലിനാൻ. ആത്മസ്വരൂപമായുള്ള പരബ്രഹ്മ ആത്മാ സകല ശരീരികൾക്കാകയാൽ ധാത്രീപതി സുനാകി നിന്നുടെ ഗാത്രം ഉപേക്ഷിച്ചു പോയത് എങ്ങെങ്ങു നീ. മാതാപിതാക്കൾ ദുഃഖിപ്പവൃതമ്മുടെ ഖേദം അശേഷമൊഴിച്ചിരുന്നിടുന്ന ജീവൻ അത് വിടുതങ്കീരവോടതിനാവൃതാപുനരുത്തരം ചൊല്ലിനാൻ. ഏതു ജന്മത്തിലെ മാതാപിതാക്കളെ പ്രീതി വരുത്തി ചമയ്ക്കുന്നിരുന്നു ഞാൻ. എത്ര ജന്മങ്ങൾ കഴിഞ്ഞ് നമുക്ക് പണ്ടത്ര മാതാപിതാക്കന്മാർ ഓരോ തരം തത്രൈവ സംസാര ചക്രത്തിലങ്ങത്രൈവ കർമ്മഗതിക്കൊത്ത വണ്ണമീ മായാമയം ഈ പ്രപഞ്ചകാര്യം ഭവയജ്ഞമായുള്ള ഞാൻ പറയണമോ എന്ന് പറഞ്ഞ് ജീവൻ ശരീരത്തെയും പിന്നെ വെടിഞ്ഞങ്ങ് പോയോർ അന്തരജ്ഞാതികൾ ശേഷക്രിയകൾ ചെയ്താർ. ചിത്രക ഏതുകൊണ്ട് ദുഃഖമടിച്ചതാ നാരദൻ മോദാൽ ഭഗവത് പ്രസാദകരിയായ വേദവിദ്യാമുപദേശിച്ചു സാധനം ബ്രഹ്മലോകത്തിനായി അംഗീരസോട് ചേർന്ന് ഉന്മേഷമോടെ എഴുന്നള്ളിയിടിനാനവൻ. വിധയതും ധരിച്ച് 7 അഹോരാത്രത്താൽ വിദ്യാധരേന്ദ്രനായി വന്ന നരേന്ദ്രനും ചിത്തം തെളിഞ്ഞ അങ്കർഷണമൂർത്തിയെ സദ്യോ ഭജിച്ചിരിക്കുന്ന ആളൊരു ദിനം പ്രത്യക്ഷനായ നാഥൻ ബലാംഭോരുകന്നത്വാമുഗ്രമത്വാവലവിനാഥൻ പ്രസന്നനായി ഏറ്റവും മത്വാമുദാപരമാത്മജ്ഞാനത്തെയും തത്വാപനിരതൻ ലബ്ധ പരിപൂർണ്ണ തൃപ്തനായി വിദ്യാധരേന്ദ്രം പ്രതിമുദാ നന്നായി അനുഗ്രഹിച്ചഞ്ഞ സനാഥനും പിന്നെ മറഞ്ഞ അരുളിയിടിനാനന്തരാദിശി നോക്കി നമസ്കരിച്ച് വെഴും വിദ്യാധരികളുമായി വിമാനോപരി നാനാദിശകളെ ക്രീഡിച്ചും നന്ദതമാനന്ദം ഉൾക്കൊണ്ട നാരായണനുടെ കീർത്തികൾ മാർത്തിയഞ്ചരിച്ചിനാർത്തികൾ എന്നീ സർവ്വലോകങ്ങളിൽ അങ്ങനെ അഞ്ചരിക്കുന്ന ആളൊരു ദിനം അങ്ങു കൈലാസയലേന്ദ്രവരനുടെ മീതേകനമാർഗേ നടക്കുന്നവൻ ചൂതശരാരി തൻ ദേവിയെ തന്നുടെ തൃത്തുടു തന്മേലിരുത്തിയിരിക്കുന്ന അത്യാദരേണ കണ്ടാശുല്യുടെ ഞാൻ. വിദ്യാധരികളെ കാൺമിൻ, ഇതു മഹാവിദ്യാബ്ദിവരാഗനായ മഹേശ്വരൻ നിത്യം സുരമുനീന്ദ്രാദി സമക്ഷമാമ്പ തൽസഭയിങ്കൽ അജലജ തന്നെയും ലജ്ജ കൂടാതെ മടിയിലെടുത്തു വെച്ച് ഈ ജനത്തെ പ്രതിശങ്കയുമെന്നീ വർത്തിപ്പത് അത്യന്ത ഘട്ടമത്രേ തുലോം. യുദ്ധം പറയുന്ന വാക്യങ്ങൾ അങ്ങുതാൻ ശ്രുത്വാ മഹേശ്വരി കോപിച്ച് അരുൾ ചെയ്ത് യുദ്ധം ചരിത്രം മതീയം ജഗത്രേ. ദിവ്യജനത്താൽ അഭിവന്ദ്യമായത് ദുർവിനീതൻ ബഹുഭാഷണം ചെയ്യുകയാൽ ദണ്ഡ്യന്യാസുരയോന ഉജനിക്കുന്നുടൻ ചണ്ഡികാദേവി ശപിച്ചത് കേട്ടുള്ളവങ്ങത ചിത്രഗതി വിമാനത്തിന്മേൽ നിന്നിറങ്ങി തിരുമുമ്പിൽ അമ്മാറ് പോയി നിന്ന് നമസ്കരിച്ച് അഞ്ജലി ബാഹുവായി നിന്ന് വന്ദിച്ചത് വേദാത്മകനാകിയ വന്നകഭൂഷണനെ പ്രസാദിപ്പിച്ചു. തന്നിടത്തെ തുറതന്മേൽ വിളങ്ങിന കുന്നിന്മകൾ മഹാദേവിയെ തന്നെയും
വന്ദിച്ചു വാറ്റി സ്തുതിച്ച് അതിശാന്തനായി മന്നവൻ മന്ദം മന്ദം പറഞ്ഞിടിനാൻ. മാനുഷർക്ക് ഈശ്വരേച്ഛാവശാൽ ഇങ്ങനെ താനേവരാൽ വന്നുകൂടുന്നതൊക്കെയും പൂർവകർമാനുവശാൽ സുഖദുഃഖങ്ങളേവരും എല്ലാം അനുഭവിച്ചിടുന്നു. ദേവി ഭഗവതിയെ ഞാൻ മണങ്ങുന്നിത ശാപമോക്ഷത്തിനല്ല എന്നുള്ള ദുർണയ കാരണം കൊണ്ടുള്ളവായ വാച പരിഹാരമായ ആശുദുരിതി വീണിടിനെ ലോകമാതാവേ ഭഗവതി ഞാനതിമൂഢനായി ഒന്നറിയാതെ പലവിധം പറഞ്ഞുള്ളത് ഓർത്തിങ്ങിനിയും ബഹുകോപം ജനിക്കരുത് എന്നതിങ്ങനെ പാദാംബുജാഗ്രേ വണങ്ങിനാൻ. എന്നെ അപരാധങ്ങളെല്ലാം അറിഞ്ഞങ്ങടങ്ങേണമേ മോദേന നിത്യം പ്രസീത സപ്രസീത സർവാധിപുതേയകൾക്കാരണീ ശാശ്വതേ ദേഹി കാരുണ്യം നമസ്തേ നമോസ്തുതേ പാഹിമാമ ആനന്ദകാരുണ്യവാരിതേ അവം വണങ്ങി സ്തുതിച്ചു മഹേശ്വരി ദേവിയെ നന്നായി പ്രസാദിപ്പിച്ചാതരാൽ ദേവദേവേശ്വരനെ നിത്യം കൊണ്ടവർ കേവലമങ്ങ് നടന്നാണ് യഥാഗതി. ദേവൻ പശുപതി താനത് കൊണ്ടതാ ദേവിയോട് ആനന്ദപൂർവ്വം അരുൾ ചെയ്തു. ഭദ്രേ ഭവതി കണ്ടീലയോ മാധവ ഭക്തജനപ്രഭാവം മധുരാധരേ ചിത്രം ഭഗവൻ മഹിമ നിരൂപിക്കൽ. എത്രയും അത്ഭുതം ഈ ദൃശ്യം ഭാഗവതന്മാർക്കൊരിടത്തും ഒന്നിനും ആകൂലമില്ല, ഒരു ഭേദവും ഇല്ലടോ. സർവസമദർശികളവരേവരും ദൈവാശ്രിതന്മാർക്കു സങ്കടമില്ലടോ. ഇങ്ങനെ നാഥൻ അരുൾ ചെയ്തത് കേട്ട് മംഗലാഭാംഗ്യ വിസ്മയിച്ചിടിനാൽ അങ്ങനെയുള്ള നരേന്ദ്രന് നാരദനങ്ങ് ഉപദേശിച്ച വിദ്യാമഹിമയാൽ ഭാഗവതോത്തമനായി ചമഞ്ഞാൻ നിഖിലാഗമാന്താർത്ഥസാരജ്ഞനവനല്ലോ. പാർവതീ ദേവി തൻ ശാപം നിമിത്തമായി പൂർവദേവാകാരേണ വൃത്രനായതും തന്മഹിമാവതും ആയതെന്നിങ്ങനെ നിർമ്മലനാ നൃപനോട് അരുളിച്ചെയ്ത് വിശ്വരൂപാധികതകളെയെല്ലാം അരുളിച്ചെയ്ത് ആദിത്യന്മാരുടെ വംശം വിസ്തരിച്ചുള്ളതെല്ലാം ചുരുക്കി പറഞ്ഞ് യുദ്ധമാറിയിച്ച ശേഷം നിധിയുടെ സന്തതിയെല്ലാം ഹിരണ്യാക്ഷനും മുരനന്തരാവിൻ്റെ ഹിരണ്യകശുവും ഉണ്ടായ്ച്ചമഞ്ഞതിൽ പ്രഹ്ലാദനാദിയായി ഉണ്ടായതേറ്റം അസുരകളോടിയിൽ രണ്ടാമതങ്ങുതിക്ക് തനയരായി ഉണ്ടായത് ഇന്ദ്രാസഖന്മാർ മരുത്തുക്കൾ മുന്നം മുകുന്ദൻ പുരന്തരാബിന്ദുവായി നിന്ന് ഹിരണ്യാക്ഷനെയും അനന്തരം കൊന്നു ഹിരണ്യകശുവെ തന്നെയും എന്ന് അതു കണ്ട് ദുഃഖമുണ്ട്. തന്നെ പുത്രരെ കൊല്ലിച്ച് ഇന്ദ്രനെ കൊന്നിടുവാൻ എന്നെനിക്കുന്നൊരു നന്ദൻ വന്നുളവാകണമെന്നുള്ള ചിന്തയാ തന്നുടെ വല്ലഭനാകിയ കശ്യപൻ തന്നെ പ്രസന്നനാക്കി ചമച്ചാതരാൽ പുത്രനെ പ്രാർത്ഥിച്ച കാലത്ത് കശ്യപൻ എത്രയും ആത്മനീരസതാപങ്ങളാൽ ദുർധരമായ വ്രതം ധരിച്ചിടുവാൻ ഉദ്ധൃതി പൂണ്ടരുളിച്ചെയ്തി ദീദൃശം സംവത്സരം കൊണ്ട് അവധി കൂടുന്നവരെ നിർമ്മലമാ മൃതമുണ്ടത് ദീക്ഷിക്കിൽ മംഗളമേറ്റം ഭഗവത് പ്രിയകരം ഭാഗ്യ വഹിച്ചുകൊള്ളാൻ നിനക്കെങ്കിലോ ചിത്തഗതിക്കൊത്ത പുത്രനുണ്ടായി വരും. യുദ്ധം പറഞ്ഞ അനുഷ്ഠാനക്രമങ്ങളും സദ്യോ മുതിർന്നു ഗോപാങ്കിക്ക് ഉപദേശിച്ച് അച്യുതൻ മുതാതാനം വിഗ്രഹിച്ചരുളിയണിനാൻ. ഗർഭിണിയാം അവളും മൃതം ദീക്ഷിച്ചങ്കുൾത്താൽ അറിഞ്ഞു പുരന്തരൻ യോഗബലേന പരിചരനായ ഒരു ഭാഗവതനരികെ മരുവിനാൻ. ശിദ്രുവം പാർത്തത് കാലം ഒരു ദിനം നിദ്ര പൂണ്ടാളവൾ സന്ധ്യങ്കത്തതാ ശുദ്ധയല്ലാതെ കിടന്നുറങ്ങും ദിതീതൻ ജഡരെ വജ്രപാണിയായി ചെന്നവനേടായി നുറുക്കിനാൽ ഗർഭപിണ്ടത്തെ അങ്ങ് 7 കുമാരരായി നിന്ന് കേണാരവർ. കേടായവനെന്നു പറഞ്ഞ് 7 പേരെയും 7 കണ്ടക്കളാക്കിനാൻ. പിന്നെയും 7 പേരും തുരുതുടൻ കേടും പൊഴുത് ഇന്ദ്രനോട് ചൊല്ലിയിടിനാൻ. ഭ്രാതാക്കളായത് ഞങ്ങൾ നിനക്കിനി ഭാഗി ജഗൽ പ്രഭോ, ഞങ്ങളെ നീമുത എന്ന് പറഞ്ഞു തൊഴുതവർക്ക് ഇന്ദ്രൻ അഭയം കൊടുത്തൊന്നിച്ചോ സാദരം. പിന്നെ പുറത്തു പോന്നിടിനാൻ അഞ്ചസ പിന്നാലെ പോന്നാർ മരുത്തുകളും തഥാ ഇങ്ങനെ ഖണ്ഡിതരായ മരുത്തുക്കഥങ്ങൾക്ക് ജമ്മേ ഭഗവത അനുഗ്രഹാൽ വന്നീലനാശം അസുരഭാവം കളഞ്ഞ് ഇന്ദ്രാനുചാരികൾ ശുദ്ധരായാർദുലും അത്ര മഹത്വമുള്ള ഒരു വ്രതമെന്ന് അത്യാദരേണ കേട്ടുത്തമ ഭൂപരൻ വ്യദ്രുതം വിസ്തരിച്ചൊക്കവേ കേട്ടുടൻ ഉൾത്താർതിളഞ്ഞു ഭഗവതാനുഗ്രഹാൽ ദുഷ്കൃതമൊക്കെ ഒഴിഞ്ഞത് ശുദ്ധനായ ഭക്തപ്രിയനായ അനുദിനം വെട്ടിനുറക്കെ കളഞ്ഞവരും ബലാനട്ടരായി വന്നീരനുഗ്രഹ ശക്തിയാൽ യുദ്ധം അനുഗ്രഹ സാധനവോഷണം ഭക്തിയാ ചുരുക്കി പറഞ്ഞാൽ കിളിമകൾ. ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സുതശൗനക സംവാദേ ഷഷ്ടസ്കന്ധം സമാപ്തം. ഓം ബ്രഹ്മണേ നമ, ഓം വിഷ്ണവേ നമ, ഓം ശ്രീ മഹാദേവായ നമോ